ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇന്ന് ബെൽഗ്രേവിലുള്ള നമ്മുടെ ബാബാജീസ് കേരള കിച്ചൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഹില്ലി ഏരിയയാണ് നമ്മുടെ ഈ ബെൽഗ്രേവ് എന്ന് പറയുന്ന സ്ഥലം. നല്ലൊരു കൂളിഷ് ആയിട്ടുള്ളൊരു വെതറും കാര്യങ്ങളും, നല്ലൊരു ആൽക്കഹോളിക് വെതർ എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള നമ്മുടെ പൊറോട്ടയും ബീഫ് കറിയും കൂടെ കിട്ടുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് വേണ്ടി വന്നതാണ്. ഇവർ ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കഥയാണ് ഇവരുടെ ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഓസ്ട്രേലിയക്കാരിയായിട്ടുള്ള ഒരാൾ നമ്മൾ നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നിട്ട് ആലപ്പുഴക്കാരനായിട്ടുള്ള ഒരു ചെക്കനെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് തുടങ്ങിയ ഒരു ജീവിതമാണ് ഇവരുടെ, മനസ്സിലായില്ലേ? അപ്പോൾ അതേണ്ട ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റും അതുപോലെ കാറ്ററിങ്ങും ഔട്ട്ഡോർ കാറ്ററിങ്ങും ആയിട്ടൊക്കെ ഇവർ പോവുകയാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ലൈവ് പൊറോട്ടയും ഈ പറഞ്ഞ പോലെ ഗോട്ട് കറിയാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള സാധനം. അപ്പം ഞങ്ങളും ആ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ബീഫാണ് കേട്ടോ. പൊറോട്ടയും ബീഫുമാണ്. കണ്ടോ ആംബിയൻസ് കണ്ടോ, അത്ര മനോഹരമാണ്. വലിയൊരു റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, ചെറിയ സ്ഥലമാണ്. പക്ഷേ അതിനെ വളരെ മനോഹരമാക്കി അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ കണ്ടംപററി ആയിട്ടുള്ള സ്റ്റൈലിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈവൻ എന്താ പറയുന്നില്ല, ആ ഒരു പുൽക്കൂടിൻ്റെ സ്റ്റൈലിലുള്ള അതുണ്ടോ. ഇത് നമ്മുടെ ഓർഡർ ചെയ്യുന്ന കൗണ്ടറൊക്കെയാണ്. ചെറിയ ആൽക്കഹോളൊക്കെ നമുക്ക് കിട്ടും, വൈനും സാധനങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. കണ്ടോ, നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു പാത്രക്കടേനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ സർവീസൊക്കെ ആണെങ്കിലും വളരെ സന്തോഷകരമായിരുന്നു. അതുപോലെ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് എൻ്റെ ഫാമിലി ആണെങ്കിലും ഈവൻ പിള്ളേരാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ടൊരു സെപ്പറേറ്റ് ഒരു റൈസും അതുപോലെ ഒരു മിനി ബട്ടർ ചിക്കൻ്റെ ഒരു കോംബോ ഒക്കെ ഉണ്ടായിരുന്നു. അതും കൊള്ളാം. എന്തായാലും അതൊന്നും ഒരു നഷ്ടകരമായിട്ടുള്ളൊരു കാര്യമൊന്നും പറയാനേ പറ്റത്തില്ല. പിന്നെ എന്താ പറയുക, സർവീസ് ചെയ്യുന്ന ആളുകൾ അവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന്, ഇപ്പോൾ ഉദാഹരണം ഈ പഫിംഗ് ബില്ലി എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത്. അത് നമ്മുടെ ഇവിടെ വർഷങ്ങളായിട്ടുള്ള ഒരു സർവീസാണ്. നമ്മുടെ ഈ കൽക്കരി കൊണ്ട് വർക്ക് ചെയ്യുന്ന ട്രെയിനും ആ ഒരു യാത്രയെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബെൽഗ്രേവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വീണ്ടും നമ്മൾ പോകുന്നത്. ഇതാണ് ആ മെയിൻ സ്ഥലം, ബെൽഗ്രേവാണ്. സോ അവിടെ വന്നിട്ട് അന്നേരം നമുക്കിവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ആംബിയൻസും അതിനുള്ളൊരു ടേസ്റ്റുമാണ് അല്ലേ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ടയും ബീഫും പിന്നെ ഇതും കൂടെ ട്രൈ ചെയ്യണം, നമ്മുടെ ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ചെല്ലുമ്പോൾ കണ്ടമാനം കളറെല്ലാം കയറ്റി വരും, അവർ നശിപ്പിച്ച് വെക്കുന്ന സാധനം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇത് കണ്ടോ, ആ സാധനങ്ങൾ വൈനൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സംഭവം കണ്ടോ. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ, അതിൻ്റെ ആ ഒരു വെറൈറ്റി ഒരു സെറ്റപ്പ് കാണുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ആ കുട്ടികളൊക്കെ ആണെങ്കിലും വളരെ അടിപൊളിയായിട്ട് അവർ വന്ന് നമ്മളോട് സാധനങ്ങൾ കിട്ടാൻ സമയം വൈകുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മളോട് സോറി പറയുകയും ഒക്കെ ചെയ്ത് വളരെ കൊള്ളാവുന്ന ഒരു സെറ്റപ്പായിരുന്നു. ആട്രാ വന്നടാ മുത്തുമണികളെ, പൊറോട്ട നല്ല അടിച്ച നല്ല ചൂട് സാധനമായിരുന്നു കേട്ടോ. നമ്മുടെ ലെയർ തള്ളി നിൽക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഐറ്റം തന്നെയായിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയത് കേട്ടോ. നല്ല എണ്ണമയം ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ പൊറോട്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നല്ല ബീഫ്, നല്ല കിട്ടൻ ഗ്രേവിയുള്ള നല്ല കലക്കൻ ഒരു പീസ് അങ്ങ് എടുത്തങ്ങോട്ട് വെക്കണം. എൻ്റെ മുത്ത ആ ഗ്രേവി എന്ന് പറഞ്ഞാൽ ഒരുപാട് എരിവൊന്നുമില്ല, എന്നാൽ നല്ല കിടില, നല്ല ഒരു നാക്കിനൊക്കെ നല്ലൊരു സുഖം കിട്ടുന്ന ഒരു ഗ്രേവി ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് എരിവിനോട് താല്പര്യമില്ല കേട്ടോ. നൈസായിട്ട് പറഞ്ഞു വരുന്നത് കണ്ടോ. എന്നിട്ട് ആ ബീഫിൻ്റെ ഒരു പീസും കൂടെ ചെറുതായിട്ട് അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അവനെ ഒരു സ്നേഹത്തോടു കൂടി എടുത്ത് ആ നാവിൻ്റെ തുമ്പത്തോട്ടങ്ങ് വെക്കണം. കണ്ണടച്ച് പിടിച്ചിട്ടുള്ള പരിപാടിയുള്ളൂ എൻ്റെ മുത്തേ. ആ നാവിൻ്റെ ആ രുചിമുകുളങ്ങളെല്ലാം ഇവനെ അങ്ങോട്ട് ഒപ്പിയെടുക്കണം. എന്നിട്ടുണ്ടല്ലോ പൊറോട്ടയും ബീഫ് എന്ന് പറഞ്ഞാൽ മക്കളെ അതാണ്, പിന്നെ അല്ല, അത് ആസ്വദിച്ചങ്ങ് കഴിച്ചു കേട്ടോ. ഞാൻ കുറേ നാളായി സാധാരണ പൊറോട്ട നമ്മൾ ഫ്രോസൺ പൊറോട്ടയൊക്കെ മേടിച്ചിട്ട് കറി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ ഇത് അടിച്ചെടുത്ത് ആ ലെവല് നല്ലൊരു രസമായിരുന്നു കേട്ടോ. ആ എണ്ണയുടെയൊക്കെ ആ ടേസ്റ്റ് ലൈവായിട്ട് ഇങ്ങനെ വന്നപ്പം സൂപ്പർ പരിപാടിയായിരുന്നു. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഋഷാൻകുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബട്ടർ ചിക്കനാണ്. അതെ, ഈ സാധനം അടുത്തത് ബട്ടർ ചിക്കൻ്റെ കോംബോ. ഈ ബട്ടർ ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിറമൊന്നും ഇല്ലായിരുന്നു, ഒരുപാട് മധുരമൊന്നും ഇല്ലാതെ നല്ല കിടിലൻ ബട്ടർ ചിക്കനായിരുന്നു കേട്ടോ.
ബട്ടർ ചിക്കൻ്റെ കൂടെയും ആ ഒരു കോംബോ പൊറോട്ട കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു, ഒരു സംശയമില്ല അതിനകത്ത്. ഒരു മസ്റ്റ് ട്രൈ ആണ്. ഈ ഏരിയയിൽ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ബാബാജി കയറിയിട്ടേ പോയിട്ട് കാര്യമുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവരെ വിളിച്ച് പറഞ്ഞിട്ട് വരണം, ഇവർക്ക് ഭയങ്കര തിരക്കാണ് ഇപ്പം. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ജസ്റ്റ് ഷെഫ് പുറത്തേക്ക് പോയൊരു സമയമായിരുന്നു, അവർക്ക് 1 മണിക്കൂർ ബ്രേക്കിൻ്റെ ടൈമായിരുന്നു, അതുകൊണ്ടാണ് ആദ്യം ആളില്ലായിരുന്നത്. പിന്നെ ഇത് പറയാൻ പറ്റാത്ത സാധനമാണ്, പറയാതിരിക്കാൻ പറ്റാത്ത സാധനമാണ് ഇത് ചായ. നല്ല അടിച്ച ചായ, അത് നല്ല മസാല ചായയാണ് കേട്ടോ. ജിഞ്ചറും പിന്നെ നമ്മുടെ ഏലക്കായും കൂടി ഇട്ട സാധനമാണ്. പിന്നെ എക്സ്ട്രാ പഞ്ചസാരയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ കുടിച്ച് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. കൊള്ളാം, നല്ല കിട്ടുക്കുന്ന ഒരു ഫീല്, നാട്ടിൽ നിന്ന് നമുക്ക് അടിച്ച ചായ കുടിക്കുന്ന ഒരു ഫീല് കിട്ടി. എനിക്ക് ആ പൊറോട്ടയെന്ന് വിട്ടിട്ടുള്ള ഒരു കളിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ അപ്പുറത്തിരിക്കുന്ന റൈസും ആ മിനി കോംബോ ഇല്ലേ, നമ്മുടെ റൈസിൻ്റെ കോംബോ, അതും കൂടെ ഒന്ന് കഴിച്ച് നോക്കിയായിരുന്നു കേട്ടോ ഈ പൊറോട്ട വരുന്ന സമയം കൊണ്ട്. നമുക്ക് എന്ത് നോക്കാനാണ്, ഇതൊക്കെ തന്നെയല്ലേ ആഹാരം. മനസ്സ് നിറഞ്ഞ ആഹാരം കഴിക്കുക, ചങ്ക് പൊട്ടി പണിയെടുക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് ജീവിക്കുന്നിടത്തോളം കാലം നല്ല രീതിയിൽ ജീവിക്കുക, അതാണ് നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ആ ചായ ഇച്ചിരി ഊതി അങ്ങ് കുടിച്ചു കഴിയുമ്പോൾ ആ ഫീല് കണ്ടോ. വീട്ടിൽ എന്നും ചായ കുടിക്കുന്നതാണ്, പക്ഷേ അവിടെ വന്ന് ആ ഒരു ചായ അത് ടേസ്റ്റി ആയിരുന്നു. അത് മാത്രമല്ല വെറൈറ്റി സാധനമായിരുന്നു, ജിഞ്ചറും ഏലക്കായും ആ സാധനമായിരുന്നു. ഇനി രേഷ്മയുടെ ഒരു ഫീലിംഗ് ആണ് സംഭവം. സെയിം കോംബോ തന്നെയാണ് പുള്ളിക്കാരത്തിന് ട്രൈ ചെയ്തത്. എല്ലാ സാധനങ്ങൾക്കും ഒരു അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ചില കടയിലൊക്കെ പോയിട്ട് പൊറോട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എരിവോ കണ്ടമാനം സ്പൈസും എല്ലാം കൂടെ കയറ്റി നശിപ്പിച്ച് വെച്ചാൽ, ഇത് അതൊന്നുമില്ല. സ്പൈസിൻ്റെ അതിപ്രസരങ്ങളോ ഒരു കച്ചവടം അവിടെ ഇല്ലായിരുന്നു. സൂപ്പർ സംഭവം കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ആളുകൾ മുഴുവൻ കയറി. ഒരുപാട് ആളുകൾ വെളിയിൽ ഇരിപ്പുണ്ട് കേട്ടോ, വെളിയിൽ ഇരുന്നും ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ആ ഗ്രാമപ്രദേശം എന്ന് പറയുന്നത്. ആ പുറകിൽ നിന്നുള്ള ഒരു ആംബിയൻസ് ആണ്, വെളിയിൽ നിന്നുള്ളവരുടെ ആംബിയൻസ് ആണ്. ഇതൊരു ചെറിയൊരു സിറ്റിയാണ്, ചെറിയൊരു സ്ഥലമാണ് ബെൽഗ്രേവ് എന്ന് പറയും. പക്ഷേ നല്ല രസമാണ് കേട്ടോ, വെതറൊക്കെ അടിപൊളിയാണ്, നല്ല പോളിഷ് വെതറാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പഫിംഗ് ബില്ലിയിലേക്ക് പോകുന്നതിനുള്ള ട്രെയിൻ കിട്ടുന്ന സ്ഥലം ഇവിടെയാണ്, റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നാണ് പോകുന്നത്. സോ അതിനൊക്കെ വന്നിട്ട് ബാബാജീസിൽ കയറി ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ കിട്ടുന്ന സ്ഥലമാണ് തോന്നുന്നു. പൊറോട്ടയും ബീഫും പൊള്ളിച്ചടുക്കിക്കളം. അതിൻ്റെ കൂടെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ബട്ടർ ചിക്കൻ സൂപ്പറായിരുന്നു കേട്ടോ. കാരണം അത് സാധാരണ ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ കളറൊക്കെ കയറ്റി അടിച്ച്, പക്ഷെ അത് നല്ല അടിപൊളിയായിരുന്നു, നല്ലൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വരെ വന്നതിനകത്തൊരു നഷ്ടമില്ല. ചായയുടെ ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? ജിഞ്ചറും ഏലക്കായും കൂടെ ചേർത്തുള്ള ഒരു പ്രത്യേക ചായ. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ കുടുംബം പിടിക്കാം. കംപ്ലീറ്റ് നല്ലൊരു ഗാർഡ് റോഡാണ്, 60 ആണ്, സൂക്ഷിച്ചു പോകണം, ഒറ്റ ലൈനാണ്.